ഹലോ മാഡം. മാഡം എങ്ങോട്ടാണാവോ പോണേ? ജോലി ചെയ്യാൻ. അതിനെ മാഡത്തിന് ഇന്ന് ജോലി അകത്തല്ല, ഗോഡൌണില. അവിടെ പോയി അടിച്ചു വാരി വൃത്തിയാക്ക്. കുറച്ചു ദിവസം ചെയ്തില്ലെന്ന് കരുതി മാഡം ആ പണി മറന്നൊന്നും പോയില്ലല്ലോ. ഞാനെന്തിനാ അടിച്ചു വരുന്നത്? ഇപ്പൊ ഞാൻ ടൈലറാ. നീ ഇവിടത്തെ വെറും ഒരു ജോലിക്കാരിയാണ്. നീ എന്ത് ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതേ ഞാനാ. ഇന്ന് നീ തൂപ്പുകാരിയായ മതി. സാർ ഈ പറയുന്നതില് എന്ത് ന്യായം ഉള്ളത്? ഒരു ടൈലറെ കൊണ്ടാണോ ഈ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്? നീ എന്താ ഇടപെടാത്തെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഇവളെന്തെങ്കിലും പറഞ്ഞാ ഉള്ളത് നിനക്കാണല്ലോ. ഇവള് നിന്റെ കാമുകിയല്ലേ? പാറൂന്നല്ല, ഏത് പെൺകുട്ടിക്ക് ഈ അവസ്ഥ ഉണ്ടായാലും പ്രിയൻ ഇങ്ങനെ തന്നെ ഇടപെടും. അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാനല്ല ഇവനെ കമ്പനി ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത്. ഞാൻ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാന്നുണ്ടി മാത്രം 2 എണ്ണം ഇവിടെ ജോലിക്ക് നിന്നാ മതി. ഇല്ലെങ്കിൽ കണക്ക് നോക്കി എത്രയാ വാങ്ങാനുള്ളതെന്ന് വെച്ചാ അത് വാങ്ങിയിട്ട് ഇപ്പൊ തന്നെ കമ്പനി വിട്ട് പോക്കൊള്ളണം. സാർ ഈ പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇയാൾ ഈ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? പാറു എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ടൈലർ ആയെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ സാർ അവളോട് വീണ്ടും അടിച്ചു വരാൻ പറയുന്നത്? അല്ലെങ്കിലും സാറിന് അധികാരം ഉപയോഗിച്ച് ഇഷ്ടമില്ലാത്തവരെ ശിക്ഷിക്കുന്നൊരു ശീലമുണ്ട്. ഇന്ന് പാറുവിനോട് ഇങ്ങനെ ചെയ്ത സാറ് നാളെ ഞങ്ങളോട് ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ്? നിർത്തേ. നിങ്ങളിവിടെ കിടന്ന് ഒച്ച വെച്ചോണ്ട് ഒരു കാര്യമില്ല. ഓരോരുത്തരുടെയും കഴിവ് മനസ്സിലാക്കി അവർക്ക് അർഹിക്കുന്ന പണി കൊടുക്കേണ്ടത് എന്റെ ജോലിയാ. ഇവൾക്ക് പറ്റണ പണി അടിച്ചു വരല് തന്നെയാ. എന്നെ അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ കമ്പനിയിൽ ജോലി ചെയ്യണ്ട. സാർ ആർക്ക് വേണ്ടി ഈ വൃത്തികെട്ട കളി കളിക്കുന്നതെന്ന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പാറുവിനെയും പ്രിയനെയും അങ്ങനെ പുറത്താക്കാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല. മോൻ ചേട്ടാ, ഒരു മിനിറ്റ്. ഇവള് വലിയ അഭിമാനിയല്ലേ? വാശിക്ക് ജോലി വേണ്ടെന്ന് പറഞ്ഞു പോകും. എന്താ പണി എളുപ്പമായി. കൈലാഷ് സാറും ഞാനും തമ്മിലുണ്ടായ പ്രശ്നത്തിന്റെ പേരിലാണ് എന്നെ പുറത്താക്കുന്നതെന്ന് സാറ് മാന്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ജോലി രാജിവെച്ചിട്ട് പോയേനെ. പക്ഷേ എനിക്ക് കഴിവില്ലെന്നും ടൈലർ ആവാൻ അർഹതയില്ലെന്നും സാറ് പറഞ്ഞല്ലോ. അതെനിക്കിഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഞാനോ പ്രിയൻ ചേട്ടനോ ഈ കമ്പനി വിട്ട് പോകുന്ന പ്രശ്നമില്ല. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാ അത് കലക്കി പറു. നീ എന്താടി എന്നെ വെല്ലുവിളിക്ക? അങ്ങനെ തന്നെ കരുതിക്കോളൂ. ചെയ്യാത്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കുകയില്ല, പഴി ഏൽക്കുകയില്ല. എന്താ ഇവിടെ നടക്കുന്നേ? ഇവര് പറയുന്നതല്ല ഞാൻ കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു. തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാനല്ലേ ഇവള് പറഞ്ഞത്? അപ്പോ അത് കാണിച്ചു കൊടുക്കല്ലേ വേണ്ടത്? 2 പേരെയും കഴുത്തിന് പിടിച്ച് കമ്പനിയുടെ പുറത്താക്ക്. എന്റെ മോനെ ചതിച്ചിട്ട് എന്റെ കമ്പനിയിൽ നിന്ന് എന്റെ സ്റ്റാഫിനെ വെല്ലുവിളിക്കാൻ മാത്രം നിനക്ക് ധൈര്യമായല്ലേ? കാണിച്ചു തരാം. കരുണാകരൻ, നന്ദി കെട്ട ഈ 2 എണ്ണത്തിനെയും സെക്യൂരിറ്റിയെ വിളിച്ച് തല്ലി ഗേറ്റിന്റെ പുറത്തെറിയും. നിർത്ത. കുറെ നേരമായല്ലോ എല്ലാരും ഞങ്ങളെ ദ്രോഹികളെന്നും നന്ദി കെട്ടവരെന്നൊക്കെ വിളിക്കുന്നു. ഞങ്ങൾ എന്ത് ചതിയാ ചെയ്തേ? കൈലാഷ് സാറിന് വേണ്ടി പ്രിയൻ ചേട്ടൻ എന്നെ മറന്ന് പുറം നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങിയതാ. അദ്ദേഹം ദ്രോഹിയാണോ? അതോ നിങ്ങൾ എല്ലാവരും കൂടി കാശും പദവിയും കൂടുതലുള്ള കൈലാഷ് സാറിനെ കല്യാണം കഴിക്കാൻ എന്നെ നിർബന്ധിക്കുമ്പോഴും പ്രിയൻ ചേട്ടന്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന ഞാനാണോ ദ്രോഹി? ഞങ്ങളുടെ മുഖത്ത് നോക്കി ദ്രോഹികളെന്ന് വിളിക്കാൻ ഇവിടെ ഒരാൾക്കും ഒരർഹതയുമില്ല.
ഈ കമ്പനിയിൽ ജോലി ചെയ്യണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധവും ഇല്ല. പക്ഷേ ഞങ്ങളെ അപമാനിച്ചിറക്കി വിടാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല.